നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഈ സമയത്ത് ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി, വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കും എല്ലാം ലഭിക്കുന്ന പെൻഷൻ പദ്ധതി 1000 രൂപ വീതം പ്രതിമാസ ധനസഹായം 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർക്ക്, ഈ പ്രായത്തിനിടയിലുള്ളവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധനസഹായ പദ്ധതി BPL AVO റേഷൻ കാർഡ് ആയിരിക്കണമെന്നൊരു നിബന്ധന കൂടിയുണ്ട്. നിലവിൽ അതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ സ്മാർട്ട് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ, ജനസേവാ കേന്ദ്രങ്ങളിലെല്ലാം ഇതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ജോലി അല്ലെങ്കിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിരമോ താൽക്കാലികമോ ആയിട്ടുള്ള ജോലി ഉണ്ടാവാൻ പാടില്ല. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാർക്കെല്ലാം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണിത്. അപേക്ഷകൾ നമ്മളുടെ റേഷൻ കാർഡുകൾ ഹാജരാക്കിയാണ് വെക്കേണ്ടത്. ആധാർ, ഗുണഭോക്താവിൻ്റെ ഫോട്ടോ, ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ വേണം. അത് OTP അധിഷ്ഠിത വെരിഫിക്കേഷന് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മളുടെ ഒരു സാക്ഷ്യപത്രം, അതെല്ലാം തന്നെ നമുക്ക് ഓൺലൈൻ സർവീസ് സെൻ്ററിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഡൗൺലോഡ് ചെയ്തെടുത്ത് തരും. അത് പൂരിപ്പിച്ചാൽ മതിയാകും. അതോടൊപ്പം തന്നെ പ്രായം തെളിയിക്കുന്ന രേഖ, അത് നമ്മുടെ SLC ബുക്കിൻ്റെ പകർപ്പോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റ് അനുബന്ധ ഡോക്യുമെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതുമായിരിക്കും. ഇത് നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ പദ്ധതി പോലെ ആയതുകൊണ്ട് തന്നെ പിന്നീട് നമ്മളുടെ പ്രായപരിധി കഴിയുമ്പോഴേക്കും നമുക്ക് ആനുകൂല്യം നിലയ്ക്കും. ഇനി അതല്ല മറ്റെന്തെങ്കിലും കാരണത്താൽ APLലേക്ക് മാറ്റപ്പെടുകയാണെങ്കിലും ആനുകൂല്യം നിലയ്ക്കുന്നതാണ്. ഇനി നമ്മളുടെ മരണശേഷം തുടർന്ന അനന്തരാവകാശികൾക്ക് ഈ തുക ലഭിക്കുന്ന സംവിധാനങ്ങളൊന്നുമില്ല. ഗുണഭോക്താവിന് മാത്രമായിരിക്കും ഈ സഹായത്തിന് അർഹതയുണ്ടാവുക. അപ്പോൾ ഇതിലേക്കുള്ള അപേക്ഷകളിൽ ഇപ്പോൾ ഒരുപാട് അപേക്ഷകൾ വരുന്ന സാഹചര്യത്തിൽ ചില സമയത്ത് OTP ലഭിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ സർവീസ് സെൻ്ററിൽ അപേക്ഷ വെക്കുന്നതിന് മുമ്പ് വിളിച്ചന്വേഷിക്കുക. അതിനുശേഷം അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച കൺസ്യൂമർ ഫെഡിൻ്റെ അല്ലെങ്കിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ വഴി, സപ്ലൈകോ വഴി വിവിധ ആനുകൂല്യങ്ങൾ, പ്രത്യേക ക്രിസ്മസ് ഫെയറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളിട്ട് വിതരണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾക്ക് 20 കിലോ വരെ അരി സപ്ലൈകോ വഴി, അതും കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നു. ക്രിസ്മസിന് സ്പെഷ്യൽ ഗിഫ്റ്റ് ബാഗ് വിതരണം ചെയ്യുന്നുണ്ട്. 667 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 500 രൂപയിൽ പ്രത്യേക ഗിഫ്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഉൾപ്പെടെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്ന ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ റേഷൻ കാർഡിനും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർ കാത്തിരുന്ന കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ വളരെ വൈകാതെ ആരംഭിക്കും. ഈ മാസം 31-നാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുക. കർഷകർക്ക് 40 മുതൽ 50% വരെ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ സബ്സിഡി അത് കേന്ദ്ര സർക്കാർ നൽകും. ബാക്കി ശേഷിക്കുന്ന തുക മാത്രം ഗുണഭോക്താവ് മുടക്കിയാൽ മതി. കാർഷിക ഉപകരണങ്ങൾ, കാർഷിക മേഖലയുമായിട്ട് അതിന് നമുക്ക് സഹായകരമാകുന്ന ഉപകരണങ്ങൾ, അത് നമുക്ക് സബ്സിഡി നിരക്കിൽ പാതി തുക നമ്മൾ മുടക്കിയാൽ മതി. ബാക്കി കേന്ദ്ര സർക്കാർ നിലവിൽ വാങ്ങുന്ന ഏജൻസിയിലേക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നതിന് വേണ്ടി കാർഷിക ഉപകരണങ്ങൾ വിൽക്കുന്ന ഓഫീസുകളുമായിട്ട് അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ കൃഷിഭവനുകളുമായിട്ട് ബന്ധപ്പെട്ടാലും മതിയാകും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.